ഐഡന്റിറ്റി. ടോവിനോ തോമസ്, തൃഷ, അജു വർഗീസ്, അർച്ചന കവി, ഷെമി തിലകൻ എന്നിവർ പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഐഡന്റിറ്റി ഒരു ത്രില്ലർ മൂവിയാണ്. ഇതിൻ്റെ കഥ, തിരക്കഥ, സംവിധാനം അഖിൽ പോൾ, അനസ് ഖാൻ. ഇനി മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2.25 മണിക്കൂറോളം അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിങ് ആയി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു ആവറേജ് ത്രില്ലർ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അവസാനത്തെ ഒരു 45 മിനിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിങ് ആയി തോന്നിയിട്ടുണ്ട്. പിന്നെ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും അഭിനേതാക്കളെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു ചോദ്യം എന്തെന്നാൽ തൃഷയെ എന്തിനു കൊണ്ടുവന്നു എന്നുള്ളതാണ്. തൃഷയ്ക്ക് കാര്യമായിട്ട് ഒരു റോള് കൊടുക്കാൻ ഈ മൂവി മേക്കേഴ്സിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. നമുക്ക് കഥ കൂടുതലായി പറഞ്ഞ് അതിൻ്റെ സ്പോയിലർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് ത്രില്ലർ മൂവിയാണ് ഐഡന്റിറ്റി. ഇതിലൊരു വാവ് ഫാക്ടർ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ട് മൂവി ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 45 മിനിറ്റ് അത്യാവശ്യം എൻഗേജ് ചെയ്യിച്ചിട്ടുണ്ട്. ഒരു സൂപ്പർബ് മൂവി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു വട്ടം തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാവുന്ന ഒരു ആവറേജ് മൂവിയാണ് ഐഡന്റിറ്റി. പിന്നെ ഐഡന്റിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം എന്നില്ല. ഇതിൻ്റെ ഒരു പുതുമയുള്ള കഥയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു പുതുമയുള്ള കഥ എന്ന് വേണമെങ്കിൽ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ പോലും ഒരു പുതുമയുള്ള കഥയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് മൂവിയിൽ. പക്ഷേ കൂടുതലായിട്ട് എന്തൊക്കെയോ ഒരു കണക്ഷൻ കുറവുണ്ട് എങ്കിൽ പോലും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. മൂവി കാണാൻ താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യുക. തിയേറ്ററിൽ പോയി വാച്ച് ചെയ്താലേ ഇതിൻ്റെ ഒരു മൂവിയുടെ ഒരു ഫുള്ള് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ടെലിഗ്രാമിലോ അതിലോ വന്ന് കണ്ടിട്ട് അത് വലിയ ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്താണെങ്കിലും നിങ്ങളെ ബോറടിപ്പിക്കില്ല. നിങ്ങൾക്ക് ധൈര്യമായി ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു മൂവി തന്നെയാണ് ഐഡന്റിറ്റി.